കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന വെള്ളാന. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. അത് നമ്മുടെ ഭരണഘടനാ സ്ഥാപനം തന്നെയാണ് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ, അതായത് നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയുടേതായിട്ട് ഒരു UPSC ഉണ്ട്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ട്. ഈ UPSC എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകമാനമുള്ള അപ്പോയിൻമെൻറ്റ്സിന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്സിന്, അതായത് നമ്മുടെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള അപ്പോയിൻമെൻറ്റ്സിന് എല്ലാ പരീക്ഷകളും നടത്തുന്നത് UPSC ആണ്. അവർക്ക് അവിടെ അത്രത്തോളം ജോലിഭാരമുണ്ട് അവിടെ. പക്ഷേ അവിടെ എത്ര അംഗങ്ങളെന്നറിയോ? ചെയർമാൻ ഉൾപ്പെടെ 9 പേരാണ് അവിടെ ഉള്ളത്. അവിടെ ഈ ഓരോ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചുമ്മാതെ ഡൂക്കിലി രാഷ്ട്രീയക്കാരെ, അതായത് 10ാം ക്ലാസ്സും കുത്തിയും ഉള്ളവന് മാത്രമായിട്ടുള്ളതിനെ അവിടെ എടുക്കത്തില്ല. അവിടെ അതിനൊന്നും കൊള്ളാവുന്ന ആളുകളെയാണ് എടുക്കുന്ന, വിദ്യാഭ്യാസമുള്ള. ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയ ചായവൊക്കെ കാണും എടുക്കുന്നവർക്ക്. പക്ഷേ അപ്പോൾ BJP ഭരിക്കുന്നതുകൊണ്ട് അവരൊക്കെ BJPക്കാരും ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും കൊള്ളാവുന്ന മിടുക്കന്മാരുമായിട്ടുള്ള ആളുകളെയാണ് അവിടെ എടുക്കുന്നത്. അതിന് പകരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ പട്ടിണിയാണെന്നല്ല പറയുന്നത്, പണമൊന്നുമില്ല. പക്ഷേ 21 അംഗങ്ങളാണ് PSCക്കുള്ളത്. ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷൻ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഓരോ രാഷ്ട്രീയക്കാർക്കും വീതിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന്. അതിൻ്റെ 50% യഥാർത്ഥത്തിൽ സർക്കാർ സർവീസിലുള്ള ആളുകൾ കൊടുക്കണം. ഈ സർക്കാർ സർവീസിലുള്ള ആളുകളെ തന്നെ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയാണ് എടുക്കുന്നത്. ഇപ്പോൾ നോക്കും, അതായത് അവിടെ സർവീസ് സംഘടനകൾ ഓരോരുത്തർ അങ്ങോട്ട് കൊടുക്കും. നോക്കുമ്പോൾ അത് അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ്, ആന്ന്. ഇങ്ങനെയുള്ളവന്മാർക്ക് വീതം വെക്കാനുള്ളതല്ല ഈ പോസ്റ്റ്. ഇത് കൊള്ളാവുന്ന ആളുകൾക്ക് നോക്കി, അതായത് ഇവിടെ നമ്മുടെ സർവീസിലേക്ക് കൊള്ളാവുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള മേൽനോട്ടം വഹിക്കാനുള്ള പോസ്റ്റാണ്. ഈ 21 പേരെന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ഒരു ആവശ്യവുമില്ല യഥാർത്ഥത്തിൽ. ഞാൻ ചോദിക്കട്ടെ, അതായത് നോക്കിക്കോളൂ, തമിഴ്നാട്ടിൽ എത്ര പേരുണ്ട്? 9 പേരെ കണ്ടാ തമിഴ്നാട്ടിലുള്ളത്. കേരളത്തെക്കാൾ എത്രയോ വലിയ സ്റ്റേറ്റാണ്. അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, UP. ഇവിടെയൊക്കെ 8-9 ആളുകളേ ഉള്ളൂ. വെസ്റ്റ് ബംഗാൾ അവിടെ. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്ന് 21 എണ്ണത്തിന്. കാരണം ഇവിടെ ഡ്യൂക്കിലി പാർട്ടികൾ ഒരുപാടുണ്ട്. ഓരോ പാർട്ടിയുടെ എണ്ണം എടുത്തു നോക്കൂ. കേരള കോൺഗ്രസ് ആണെങ്കിൽ നമ്മൾ മുതൽ വരെ ഉള്ള കേരള, അത് മലയാളത്തിലാണെങ്കിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ A മുതൽ Z വരെ ഉള്ളവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി A1 A2 എന്ന് നോക്കിയെടുക്കേണ്ടതായിട്ട് വരും. ആ രീതിയിൽ ഉള്ള ആണ്ട്. ഇതിനൊക്കെ ഭരിക്കുന്ന, അതായത് ഒരു MLA ഉള്ള പാർട്ടിക്കും ഒന്നും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ ഭാഗമാണെങ്കിൽ അവർക്കൊക്കെ അങ്ങ് കൊടുക്കണമെന്നാണ് നിർബന്ധമാണ്. PSC വീതമപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? PSCയുടെ ചെയർമാന്, ഇപ്പം നമ്മൾ നോക്കിയാൽ കേരളത്തിലെ PSC ചെയർമാൻ, അയാൾക്ക് കിട്ടുന്ന എല്ലാം കൂടെ പെർക്വിസിറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4.5 ലക്ഷം രൂപ മാസം കിട്ടും. അതുപോലെയാണ്. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ 6 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ പെൻഷനും കിട്ടും. ഇതാണ് ഒരു സുഖമല്ലേ? പരമസുഖം. എന്തോ ജോലിയാണ് ചെയ്യുന്നത്? ഒരു ജോലിയില്ല. എന്നിട്ട് അതോ ബാക്കിയുള്ള മെമ്പേഴ്സിനോ? അത് ഈ വീതം വെച്ച് കൊടുക്കുന്ന മെമ്പേഴ്സിന് 50% ഞാൻ പറഞ്ഞിട്ട് സർവീസിൽ നിന്ന്, അത് 10ാം ക്ലാസ്സുകാരന്മാരുള്ളവന്മാർ വരെ അവർ മൂത്ത് സർവീസ് ഇരിക്കുന്നവരെ നോക്കി അവർക്ക് കൊള്ളാം, ഭയങ്കര മിടുക്കനാണ്, സൂപ്രണ്ടായിട്ട് വിരമിച്ചവരാണ് എന്നും പറഞ്ഞ് അവരെങ്ങെടുക്കും, നോക്കി അങ്ങെടുക്കും. അത് വിരമിക്കാൻ പോകുന്നവരാണ്, സൂപ്രണ്ടായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നോക്കി അങ്ങെടുക്കും, എടുത്തു വെക്കും. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റ്. ചുമ്മാ ബോർഡും വെച്ചങ്ങ് നടന്നാൽ മതിയല്ലോ, കാശും കിട്ടും. ഒരു മെമ്പറിന് ഒരു ആവറേജ് ഒരു മാസം 4 ലക്ഷം രൂപ കിട്ടും. ഇത് കൂടാതെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഇവർക്കൊക്കെ. പിന്നെ ഫാമിലിക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ട്രാവലിംഗ് അലവൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളതാണ്. TA DA കിട്ടുന്ന ഓരോ ജില്ലയിൽ പോകുന്നതിനുമൊക്കെ ഇതെല്ലാം കിട്ടും. ഇനി ഈ ബാക്കി 50% അത് ഞാൻ ഈ പറഞ്ഞ പോലെ വീതം വെപ്പാ. അത് ചുമ്മാ ചീട്ടും കളിച്ച് നടക്കുന്നവന്മാർക്കൊക്കെ, രാഷ്ട്രീയ ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് നടക്കുന്നവനൊക്കെ കൊടുക്കാനുള്ളതാണ്, വീതിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. അതും യാതൊരു ക്വാളിഫിക്കേഷൻ നോക്കാതാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നിർത്തണം. ഈ വെള്ളാനെ വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം ഗവൺമെൻറ്. അടിയന്തരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെക്കാനുള്ള വേറെയൊക്കെ എത്രയോ പോസ്റ്റ് ഉണ്ട് ഇതുപോലെ വീതം വെച്ച് കൊടുക്കാൻ വെള്ളാനകളെ, അതിന് കൊടുക്കട്ടെ. അതെല്ലാം പൊതുപണമാണ്, പൊതു ഖജനാവിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്ന പണമാണ്. ഇനി ഇതൊക്കെ കൊടുത്ത് ഇപ്പോൾ ഇതെല്ലാം അങ്ങ് കൊടുത്ത് ഈ 50% അവർക്കും 50% ഇവിടുന്നും എല്ലാം കൂടെ കൊടുത്ത് ഈ 21 എണ്ണത്തിനെ ഉണ്ടാക്കിയിരുത്തിയേക്കാണ്. എന്തിനാണ്? നടക്കുന്ന കാര്യം നമ്മൾ കണ്ടില്ലേ. അതായത് 2022 അപേക്ഷ ക്ഷണിച്ചതാണ് നമ്മുടെ പ്ലാനിങ് ആസൂത്രണ വകുപ്പിൽ ഒരു ചീഫ് ആയിട്ട് ഉള്ള പോസ്റ്റിന് വിളിച്ചേക്കുന്നതാണ്. അവസാനം അതിൽ കൊള്ളാവുന്നവരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയക്കാരും അപ്ലൈ ചെയ്യും. കാരണം ഇവരുടെ അപ്പോൾ എങ്ങനെയെങ്കിലും അന്നത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് അതിൻ്റെ കൊടുക്കണമല്ലോ. അതാണ് PSCയുടെ ജോലി. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ PSC എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന 21 എണ്ണം ഉണ്ടല്ലോ, യവന്മാരുടെ പണി എന്ന് പറയുന്നത് അതാത് രാഷ്ട്രീയക്കാരെ തീറ്റിപ്പോറ്റുന്നതാണ് അവൻ്റെയൊക്കെ ജോലി. അതിന് നമ്മൾ കണ്ടതാണ് മുമ്പ്. CPOയുടെ ടെസ്റ്റിന് എഴുതി കണ്ടെഴുതിയവനും കോപ്പി അടിച്ചവനും ഒക്കെ 1 റാങ്ക് 2, 3, 4 റാങ്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ എല്ലാം അവരുടെ ക്വാളിഫിക്കേഷൻ എന്തോന്ന് പറയുക, SFIയും DYFIയും പ്രവർത്തകരായിരുന്നു. അപ്പോൾ അത് അവസാനം പിടികൂടിയാണ്, അത് കയ്യോടെ പിടികൂടിയാണ് അറിഞ്ഞത്. ഏതായാലും അതുപോലുള്ള അത് ആ ഒരു പോസ്റ്റ് എന്നല്ല, എല്ലാത്തിലും ഇത് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കള്ളം കാണിക്കാൻ, ഈ കള്ളത്തരം കാണിക്കാൻ ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചു വെച്ചാലേ ഈ കള്ളത്തരം കാണിക്കാൻ ഒക്കുള്ളൂ. കൊള്ളാവുന്നവരെ അവിടെ ആ സ്ഥാനത്തുണ്ടെങ്കിൽ പോടാ പുല്ലെന്ന് പറയത്തില്ലേ വന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വെക്കത്തില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട്. ഇത് വേണമെന്നുള്ളത് ശ്രീ VD സതീശൻ നിർബന്ധമായിട്ടൊന്ന് ചിന്തിക്കണം. കാരണം ഇങ്ങനെയുള്ള ഈ ഇതിനെ തീറ്റിപ്പോറ്റണമെന്ന്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചീഫ് പരീക്ഷയ്ക്ക് വിളിച്ചിട്ട് അതിന് ചോദ്യമൊക്കെ ഇട്ടു. ആകെ ഇത്രയുമുള്ള കാര്യത്തിനാണ് ഒരു ചെറിയ ഏതാണ്ട് 100-300 ആപ്ലിക്കൻസിൻ്റെ പേർക്ക് താഴെ 200 പേരെ കണ്ടേ ഉള്ളൂ ആപ്ലിക്കൻസ്. അവർക്ക് ചോദ്യം ഇട്ടത് അതിന് വാല്യൂ ചെയ്തേക്ക് എങ്ങനെയെന്നറിയാമോ? 10 ചോദ്യങ്ങൾ വാല്യൂ ചെയ്തിട്ടില്ല. ആൻസർ എഴുതിയതിന് 10 ചോദ്യങ്ങൾ വാല്യൂ ചെയ്തില്ല. ചെയ്താൽ ഇവർക്ക് ഉദ്ദേശിക്കുന്നവന് കിട്ടത്തില്ല. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ അങ്ങ് ഒഴിവാക്കി. ആ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ വാല്യൂ ചെയ്യാതിരുന്നപ്പോൾ 58.5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 100 മാർക്ക് ആ പേപ്പറിന്. 58.5 മാർക്കിൻ്റെ പേപ്പർ വാല്യൂ ചെയ്തില്ല. വാല്യൂ ചെയ്യാതാണ് ഇത് നോക്കി മാർക്കൊക്കെ എടുത്തു, ഇൻ്റർവ്യൂ അങ്ങ് നടത്തി, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു 10 പേരുടെ. അതിൽ ഒന്നാമത് വന്ന ഒരുത്തിന് അപ്പോയിൻമെൻറ്റും കൊടുത്തു. ബാക്കിയുള്ളവർ തടഞ്ഞിട്ടേക്കുക. അപ്പോൾ അത് KATയും ഒക്കെ കൂടാതെ തടഞ്ഞേക്കുന്നതുകൊണ്ട് അതിപ്പം നടന്നില്ല. ഈ തോന്നിയവാസം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. 58.5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്യാതെ, ചോദ്യങ്ങൾ ആൻസർ വാല്യൂ ചെയ്യാതെ മാർക്ക് കിട്ടും. ഇത് ശരിയായ റാങ്ക് ലിസ്റ്റാണോ? ഒരിക്കലുമല്ല. ഇത് ഇത്രയും വലിയ കള്ളത്തരം കാണിക്കാൻ അത് കാരണം അത് ഒരുത്തന് കൊടുക്കണം. ഇനി ഇതിലും വലിയ ഒരു തമാശ വന്നിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ, അതായത് അതിനകത്ത് ഇതിൽ തന്നെ ആസൂത്രണ വകുപ്പിൽ തന്നെയുള്ള ഒരു വലിയ ഉദ്യോഗം. ഇതൊക്കെ ഒരു 2 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടുന്ന പോസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്തത് നോക്കിയപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് കൊടുക്കണമായിരുന്നു, അത് കൊടുത്തു. അടുത്ത ഒരുത്തിന് കൊടുക്കാമെന്ന് കൊടുത്ത് നോക്കി അപ്പിടുത്തം വീണു. സംഭവം എന്താ അറിയാമോ? അതിനകത്ത് ക്വാളിഫിക്കേഷൻ തന്നെ ഫിക്സ് ചെയ്തേക്കുന്നത് തെറ്റാണ്. കാരണം പോസ്റ്റ് ഗ്രാജുവേഷൻ എക്കണോമിക്സിലുള്ള ആളുകൾ ആപ്ലിക്കൻസ് ഉണ്ട്. അവർക്ക് സ്റ്റാറ്റിക്സിൽ ഡിപ്ലോമയിൽ ഈ PGക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായവൻ്റെ അടുത്ത് പറയും അവന് സ്റ്റാറ്റിക്സിൽ ഡിപ്ലോമ ഇല്ലെന്ന്. ഇവൻ്റെയൊക്കെ തലയിൽ എന്തോന്നാണ് ഈ ഇരിക്കുന്നത്? കുതിരച്ചാണകം പോലും ഇല്ല ഇവൻ്റെയൊക്കെ തലയിൽ. ഇങ്ങനെയുള്ളവനെയാണ് അവിടെ പിടിച്ചിരുത്തുന്നത്. ഈ വായി നോക്കികളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക്? യവനെയൊക്കെ ഉണ്ടല്ലോ ഇനി പിരിച്ചുവിടാൻ നമുക്ക് മാർഗ്ഗമില്ല. അതെൻ്റെ ചെയ്യേണ്ട, കാരണം ഭരണഘടനാ പോസ്റ്റ് ആയതുകൊണ്ട് വേറെ നടപടിക്രമങ്ങളാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാം, ഇവനൊക്കെ അവിടെ ഇരുന്ന് ദ്രവിച്ചങ്ങ് പോട്ടെ. എന്നിട്ട് ഇനി പുതിയ ആളുകളെ അവിടെ കയറ്റണ്ട. ഇവിടെ ഒരു 5 പേരെ വെച്ച് കഴിഞ്ഞാൽ, അന്തസ്സുള്ള 5 പേരെ നിയമിച്ചാൽ അവർ നോക്കാനുള്ള ജോലി പോലും ഇവിടെ ഇല്ല. ഈ ജോലി വലിയ ഭാരമല്ല ഇവിടെ. ആകെ എത്ര അപ്പോയിൻമെൻ്റ് നടക്കുന്ന ഒരു വർഷം? 10,000 പേരെ അപ്പോയിൻ്റ് ചെയ്യുന്നതിനാണ് ഈ 21 എണ്ണത്തിനെ തീറ്റിപ്പോറ്റുന്നത് ഈ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ. ഇതിനകത്ത് ധാർമ്മിക രോഷമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരൊക്കെ ചുമടെടുത്ത് നടന്നോളും. അല്ലെങ്കിൽ അവർ വിദേശത്ത് കാണാൻ പോയി അവർ രക്ഷപ്പെട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് DYFIക്കാരനായിരിക്കണം, അല്ലെങ്കിൽ KSU അല്ലേ. അതിപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. ഇതേപോലെ രാഷ്ട്രീയക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും ഒന്നും കിട്ടത്തില്ല.